തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ ചെമ്പഴന്തിയിലേക്ക് പോയ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം DCC അംഗം ചേന്തി അനിൽ ഉൾപ്പെടെയുള്ള സംഘാടകരാണ് തടഞ്ഞു നിർത്തിയത്. കാറിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രി പ്രവർത്തകരോട് ക്ഷുഭിതനായി. പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് മോശമായി പെരുമാറിയെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി ലിസ്റ്റിൽ ചേന്തിയിലെ പരിപാടി ഉണ്ടായിരുന്നില്ല. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ തീയതി എടുത്തതാണെന്നും ഉള്ളൂരിൽ കല്യാണ വീട്ടിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പരിപാടിക്ക് എത്തിയില്ല എന്നും DCC അംഗം ചേന്തി അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ട്, ഈ കമ്മിറ്റി ഞാനും ഇത് പ്രസിഡന്റ് ജേക്കബ് ഞങ്ങൾ പോയി കണ്ട്. അപ്പം പറഞ്ഞു ഞങ്ങൾ എല്ലാ വർഷവും 7 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം വെക്കുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു 6 മണിക്ക് വയ്ക്കണം, 6:30 ഗുരുകുലത്തിൽ ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോകാനുണ്ട്. അപ്പം അത് പ്രകാരം ഞങ്ങൾ നോട്ടീസിലെല്ലാം ഞങ്ങൾ 6 മണി എന്നുള്ളത് 5:30 മണിയാക്കി ഞങ്ങൾ ക്രമീകരിച്ചു. വൈകിട്ട് 5 മണി വരെ പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ആരാണ് ഈ ചേന്തി അനിൽ? മുഖ്യമന്ത്രിയോട് കയർത്ത് സംസാരിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ നേരത്തെ ചില കുഴപ്പങ്ങളിൽപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഗുണ്ടകളുടെ യോഗം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചേർന്നു നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത ഒരു കയ്യേറ്റ രൂപത്തിലുള്ള സംസാരം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സ്മൃതി, തീർച്ചയായും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ഇവർ ഈ തടഞ്ഞു നിർത്തുകയും പിന്നീട് മുഖ്യമന്ത്രിയുമായി തന്നെ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ DCC അംഗമാണ് ചേന്തി അനിൽ. ഈ നേരത്തെ തന്നെ ഈ ചെന്നിത്തല പക്ഷം കൂടിയാണ്. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുൾപ്പെടെ നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയതാണ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ചേന്തി അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചേന്തിയിൽ ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിന്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ തടഞ്ഞുകൊണ്ട് ഇവർ മുഖ്യമന്ത്രിയുടെ ആ വാഹന വ്യൂഹത്തിന് മുന്നിലെത്തിയത്. അവിടെ വെച്ച് മുഖ്യമന്ത്രിയോട് കയർത്ത് സംസാരിച്ചു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും തിരിച്ച് ക്ഷുഭിതനായി ഒരു പ്രതികരണം നടത്തിയത്. അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് കാറിൽ കയറി ആ ചെമ്പഴന്തിയിലെ പരിപാടിയിലേക്ക് പോവുകയായിരുന്നു. മുഖ്യമന്ത്രി നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, നിങ്ങളുടെ പരിപാടിക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി പറയുന്നത് ഇത്രയും അധികം ആളുകൾ ഇവിടെ നിൽക്കുകയല്ലേ എന്നുള്ള മറുപടി ചേന്തി അനിലും പറയുന്നുണ്ട്. അത്തരത്തിലൊരു അല്പസമയമെങ്കിലും രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നു, ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പോവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരം ഈ പരിപാടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടിയായി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ സംഘാടകർ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ തീയതി എടുത്തതാണ്. പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഇന്ന് 5:30 പരിപാടി നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. രാവിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി പോവുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ അവിടെ ഇറങ്ങി അപ്പോൾ തന്നെ വണ്ടിയിൽ കയറി പോയി എന്നതാണ് പ്രധാനമായും ഈ സംഘാടകർ പറയുന്ന കാര്യം. അതിന് പിന്നാലെ തന്നെ ആ പരിപാടി പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ബഹിഷ്കരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന കാര്യം, മുഖ്യമന്ത്രിയോട് തന്നെ മോശമായി പെരുമാറുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചെങ്കിൽ എന്തു ചെയ്യുമെന്ന് കയർക്കുന്ന ഒരാളുടെ പരിപാടിയിലേക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി പോകുക എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും പാർട്ടി നടപടിയെടുക്കേണ്ട ഒരു സംഭവമാണ്. അതിലേക്കൊക്കെ എത്തുമോ എന്ന് നമുക്കറിയാം. എന്തായാലും പ്രവർത്തകരോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി എന്നുള്ള മുഖ്യമന്ത്രിയുടെ അപമര്യാദയായി പെരുമാറുന്ന കോൺഗ്രസ് പ്രവർത്തകനെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ചേന്തി അനിൽ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി.